നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള ഇരുമ്പ് പാലം പൊളിച്ചു മാറ്റി പുതിയ പാലവും റോഡ് നിർമ്മിക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചു. നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ച വാർത്ത എനി ടൈം ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലവും റോഡ് നിർമ്മിക്കുന്ന സ്ഥലം MLA സേവ്യർ ചിറ്റപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു MG, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ VN, അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ കൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘം പരിശോധിച്ച് എസ്റ്റിമേറ്റ് പൂർത്തിയായ ശേഷം ടെൻഡർ നടപടികൾ ആരംഭിക്കും. 5,16,00,000 രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. പഴയ വിദ്യാഭവൻ കോളേജിന് മുൻവശത്തു നിന്നും ആരംഭിക്കുന്ന റോഡ് ഡിവൈൻ ആശുപത്രിക്ക് മുന്നിലുള്ള റോഡിൽ ചെന്നു ചേരും. നിലവിൽ നഗരസഭയ്ക്ക് കീഴിലുള്ള പുഴയോര വിശ്രമ കേന്ദ്രവും മറ്റും സ്റ്റാളുകളും പൊളിച്ചു മാറ്റും. KSRTC ബസ് സ്റ്റോപ്പ് ഈ ഭാഗത്തേക്കാക്കുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്ന് സേവ്യർ ചിറ്റപ്പള്ളി MLA അറിയിച്ചു. വടക്കാഞ്ചേരി ടൗണിനോടടുത്താണ് ഓട്ടുപാറ. വടക്കാഞ്ചേരിയെ ബന്ധിപ്പിക്കുന്ന വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള പാലം. നമുക്കറിയാം, പുതിയ പാലം പണിതപ്പോൾ കുറച്ച് വർഷങ്ങളായി പഴയ പാലം, ആ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പാലം, അതായത് പൊളിച്ചു മാറ്റപ്പെട്ടിരുന്നില്ല. ആ പാലം പൊളിച്ച് പുതിയൊരു പാലം പണിയുക എന്നതാണ്. ഓട്ടുപാറ പാലം പുതുക്കി പണിയുന്നതിന് വേണ്ടി 5,16,00,000 രൂപ ഭരണാനുമതി ആയിട്ടുണ്ട്. നേരത്തെ 5 കോടി ഭരണാനുമതി ആയിരുന്നു. 2021 റേറ്റ് റിവിഷൻ പ്രകാരം വീണ്ടും ഒരു ഭരണാനുമതി എടുക്കേണ്ടതായി വന്നു. അതാണ് കുറച്ച് വൈകിയത്. 16 ലക്ഷം കൂടി കൂടുതൽ അനുവദിച്ചുകൊണ്ട് പൂർണ്ണമായും പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കാൻ ആവശ്യമായ തുക ഇതിനകത്ത് ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭവൻ, പഴയ വിദ്യാഭവൻ കോളേജിൻ്റെ അതിലെ പോകുന്ന റോഡുണ്ട്. ആ റോഡിന് മുന്നിലായി അപ്രോച്ച് റോഡ് ചെന്ന് മുട്ടുന്ന നിലയിലും, അതുപോലെ തന്നെ നമ്മുടെ ഡിവൈൻ ആശുപത്രിയിലേക്ക് ഇറങ്ങുന്ന റോഡിന് മുൻവശത്തായി ഇപ്പുറത്തെ അപ്രോച്ച് റോഡ് മുട്ടുന്ന രീതിയിലുമാണ് അപ്രോച്ച് റോഡ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് റോഡ്സിൻ്റെയും ബ്രിഡ്ജസിൻ്റെയും അതുപോലെ തന്നെ SC നിലവാരത്തിലുള്ള എൻജിനീയേഴ്സ് കൂടി ഒരു പരിശോധന നടത്തി അലൈൻമെൻറ്റ് പൂർണ്ണമാക്കാനും വളരെ വേഗത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കൊടുത്ത് ടെൻഡർ നടപടികളിലേക്ക് പോകണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ 2 സ്ഥലത്തിൻ്റെയും നടുക്കെ മുനിസിപ്പാലിറ്റിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ കൂടുതൽ വികസനാവശ്യത്തിന് വേണ്ടി നമുക്കറിയാം KSRTCക്ക് ഒരു സ്റ്റോപ്പ്, ഏകീകരിച്ച സ്റ്റോപ്പ് എന്ന രീതിയിൽ KSRTCക്കുള്ള ഒരു സ്റ്റോപ്പ് എന്ന നിലയിൽ ഈ സ്ഥലത്തെ വികസിപ്പിച്ചെടുക്കണം എന്നതാണ് ദീർഘകാലാടിസ്ഥാനത്തേക്ക് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വടക്കാഞ്ചേരിയിലും ഓട്ടുപാറയിലും 2 സ്റ്റേജാണ് ദീർഘദൂര KSRTC ബസ്സുകൾക്കുള്ളത്. അപ്പോൾ സ്റ്റേജ് ഏകീകരിക്കുന്ന ഒരു സ്റ്റോപ്പ് എന്ന നിലയിലേക്ക് ഈ മേഖലയെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നുകൂടി കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആലോചന ഇക്കാര്യത്തിലുണ്ട്. നമുക്കറിയാം, പാലവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ അതിൻ്റെ എസ്റ്റിമേറ്റ് പൂർത്തിയാവുന്നതോടുകൂടി നമുക്ക് നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഓട്ടുപാറ സെൻറ്റർ വികസനം, വാഴാനി റോഡ് സെൻറ്റർ വികസനം ഒരു പദ്ധതി നിലവിലുണ്ടായിരുന്നു. 50 ലക്ഷം രൂപ നിലവിലുള്ള ഗസ്റ്റ് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് KSEB നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട 1.5 കോടി രൂപയുടെ ടെൻഡർ നടപടികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്വാഭാവികമായും ആ പ്രവൃത്തിക്ക് മതിയാകാതെ വരുന്ന തുക 1 കോടി രൂപ കൂടി ഈ 2025-26 ബഡ്ജറ്റിനകത്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 2.5 കോടി രൂപ നമ്മുടെ ഓട്ടുപാറ കുന്നംകുളം റോഡ് ജംഗ്ഷൻ മുതൽ നമ്മുടെ ഈ പറഞ്ഞ ബോയ്സ് ഹൈസ്കൂൾ വരെയുള്ള പ്രദേശത്തെ 4 വരിയാക്കി മാറ്റുന്നതിനും അതിൻ്റെ ഭാഗമായി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റിൻ്റെ വിപുലമായ പദ്ധതി. അതുകൂടി അറിയിക്കുക. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക.
വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.